ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ല ഒരു ദിവസം നേരിയ ഈശോ നിന്റെ ജീവിതത്തെ ഇന്നേ ദിവസം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 5-ാം അധ്യായം 24-ാം തിരുവചനം: സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവന് ശിക്ഷാവിധി ഉണ്ടാകുന്നില്ല, പ്രത്യുത അവൻ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. ഈശോയുടെ വചനത്തിൽ വിശ്വസിക്കുന്നവന് ജീവനുണ്ടെന്ന, അവന് മരണത്തിന് വിട്ടുകൊടുക്കുകയില്ല എന്ന് പറയുക. അവൻ എന്നേക്കും കർത്താവിൻ്റെ കൂടെ ജീവിക്കും. ആരൊക്കെ ക്രിസ്തുവിൻ്റെ വചനത്തിന് വില കൊടുത്തിട്ടുണ്ടോ അവരെയൊക്കെ കർത്താവ് ചേർത്ത് പിടിച്ചിട്ടുണ്ട്. വചനത്തിന് വില കൊടുക്കുക, വചനം ശ്രവിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വചനത്തെ ഹൃദയത്തിൽ ചേർത്ത് പിടിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ക്രിസ്തുവിൻ്റെ വചനത്തെ നീ നിന്റെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നീ ആ വചനത്തെ ജീവിക്കുവാനായിട്ട് തുടങ്ങിയാൽ ഈശോ വലിയൊരു വാഗ്ദാനം ചെയ്ത് തരിക, നിനക്ക് നിത്യജീവൻ കിട്ടുമെന്നുള്ള, നിത്യമായിട്ട് അവനോട് കൂടെ ആയിരിക്കുവാനുള്ള വരം നിനക്ക് നൽകുമെന്നുള്ള, ആ ഒരു നന്മ നിനക്ക് നൽകുമെന്നുള്ളതാണ്. ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം ക്രിസ്തുവിനോട് കൂടി ആയിരിക്കുക എന്നുള്ളതാണല്ലോ. നിത്യകാലം അങ്ങനെ ആയിരിക്കുക എന്ന് പറഞ്ഞാൽ മറ്റൊരു സൗഭാഗ്യങ്ങൾക്കും അതിന് പകരം നിൽക്കുവാനായിട്ട് സാധിക്കുന്നില്ല. സ്വർഗരാജ്യം നിനക്കായിട്ട് വെയിറ്റ് ചെയ്തു. ക്രിസ്തുവിൻ്റെ വചനത്തെ നീ ജീവിതത്തിൽ ഒപ്പിയെടുക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾക്കും. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറ സാന്നിധ്യത്തെ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഈശോ, നിന്റെ വചനത്തെ ജീവിതത്തിൽ ഏറ്റുപിടിക്കുവാനായിട്ടും അതിന് ജീവൻ കൊടുക്കുവാനായിട്ട് ഈ വ്യക്തിയെ അനുഗ്രഹിക്കണം. ഈ ദിവസത്തിന് വേണ്ട നന്മകളെ കൃപകളെല്ലാം നിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആരാധിക്കുമ്പോൾ അപദാനം